അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ളവരെ, അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്ത് ശൂറ 22, 23 സൂക്തങ്ങളാണ് ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. 21-ാം സൂക്തത്തിൽ അള്ളാഹു ഗൗരവത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, ഈ ജനത്തിന് അള്ളാഹു അനുവദിച്ചിട്ടില്ലാത്ത ദീനി സ്വഭാവത്തിലുള്ള നിയമ സരണി നിശ്ചയിച്ചു കൊടുത്ത പങ്കാളികൾ ഉണ്ടെന്നോ? തീരുമാനവചനം ഉണ്ടായിരുന്നില്ലെങ്കിൽ അവരുടെ വിധി എപ്പോഴേ നടത്തി കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നു. നിശ്ചയം ഈ ധിക്കാരികൾക്ക് വേദനയേറിയ ശിക്ഷയാണുള്ളത്. ഇവിടെ അള്ളാഹുവിന് നിയമങ്ങൾ വിട്ട് ജീവിതത്തിൽ മറ്റുള്ളവരുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ മനുഷ്യരിലോ ജിന്നുകളിലോ പെട്ട, നിങ്ങൾ ദൈവങ്ങളെന്ന് വിശ്വസിക്കുന്ന അത്തരക്കാരുടെ അല്ലെങ്കിൽ അത്തരം സംഘങ്ങളുടെ നിയമോപദേശങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കാൻ നിങ്ങൾക്ക് എന്താണ് ന്യായമുള്ളത്? തീർച്ചയായും ഒരു മനുഷ്യൻ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടത്, അനുസരിക്കേണ്ടത്, സ്വീകരിക്കേണ്ടത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ മാത്രമാണ്. തുടർന്ന് ളാലിമീങ്ങൾ, അക്രമികൾക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. തറൽ ളാലിമീന മുഷ്ഫിഖീന മിമ്മാ കസബു വഹുവ വാഖിഉം ബിഹിം. ഈ ധിക്കാരികൾ സ്വന്തം കർമ്മഫലങ്ങളിൽ പേടിച്ചു പോകുന്നത് താങ്കൾ കാണാൻ പോകുന്നു. തറ, നീ കാണും അഥവാ കാണാൻ പോകുന്നു. അൽ ളാലിമീന, അക്രമികൾ, മുഷ്ഫിഖീന, ഭയപ്പെട്ടു പോകും, മിമ്മാ കസബു, അവർ സ്വന്തം സമ്പാദിച്ചതിൽ നിന്ന്, വഹുവ വാഖിഉം ബിഹിം, അതവരെ ബാധിക്കുക തന്നെ ചെയ്യും. ആ ശിക്ഷ അവരെ ബാധിക്കുക തന്നെ ചെയ്യും. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫീ റൗളാത്തിൽ ജന്ന. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ അവർ സ്വർഗീയ ആരാമങ്ങളിലായിരിക്കും. ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം. ലഹും, അവർക്കുണ്ട്, മാ യശാഊന, അവർ ആഗ്രഹിക്കുന്നത് എന്തും, ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിങ്കൽ നിന്ന്. ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ. അതുതന്നെയാണ് ഏറ്റവും മഹത്തായ അനുഗ്രഹം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ സമൂഹത്തോട് ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചപ്പോൾ അവരിൽ ഭൂരിഭാഗം ആളുകളും പ്രവാചകനെ തള്ളിക്കളഞ്ഞു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ, ഭൗതികമായ അവരുടെ സ്ഥാനമാനങ്ങളും നേട്ടങ്ങളും സുഖാനന്ദങ്ങളും നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ട് മാത്രമായിരുന്നു അവർ പ്രവാചകനെ തള്ളിക്കളഞ്ഞത്. പ്രവാചകൻ നൽകിയ നിയമങ്ങളും നിർദ്ദേശങ്ങളും അള്ളാഹു എന്നത് അവർക്കറിയാം. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അംഗീകരിക്കാനാണ് അവർക്ക് മടിയുണ്ടായിരുന്നത്. ഇലാഹായി, ഇലാഹിൻ്റെ എല്ലാ ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഒരു മനുഷ്യൻ അനുസരിക്കേണ്ടത്, അനുശാസിക്കേണ്ടത് ദൈവിക നിയമങ്ങളാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ മക്കയിലെ പ്രമാണിമാർക്കോ ഖുറൈശികൾക്കോ സാധ്യമല്ലായിരുന്നു. കാരണം അവരുടെ സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ എല്ലാം നഷ്ടപ്പെടുമായിരുന്നു. അതുകൊണ്ടാണ് അവരോട് ചോദിക്കുന്നത്, അള്ളാഹു ഈ ജനത്തിന് അനുവദിച്ചിട്ടില്ലാത്ത ദീനീ സ്വഭാവത്തിലുള്ള നിയമസരണി നിശ്ചയിച്ചു കൊടുത്ത പങ്കാളികൾ ഉണ്ടെന്നോ? അം ലഹു ശുറക്കാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദം ബിഹില്ല. അവരുടെ ചെയ്തികൾ കാരണം അള്ളാഹു ഖാലിഖാണ്, അള്ളാഹു റാസിഖാണ്, അള്ളാഹു ഹാക്കിമാണ്. സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊടുത്ത റബ്ബിന് വിരുദ്ധമായി അവർ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് അപ്പോൾ ഓരോ കൂട്ടരെയും ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ഒരാളും ഈ ഭൂമിയിൽ ബാക്കിയുണ്ടാവുകയില്ല. പക്ഷേ അന്തിമ വിധി, ശിക്ഷ, പ്രതിഫലം നൽകപ്പെടുന്ന ദിനം അത് പരലോകത്തായതുകൊണ്ട് അവർ ജീവിച്ചു പോകുന്നു എന്നേ ഉള്ളൂ. എന്നാൽ ഫൈനൽ ളാലിമീന ലഹും അദാബുൻ അലീം. നിശ്ചയം ഈ ധിക്കാരികൾക്ക് വേദനയേറിയ ശിക്ഷയാണ് ഉള്ളത്. തീർച്ചയായിട്ടും നീ കാണാൻ പോകുന്നു. ഇവിടെ സുഖിച്ച് രമിച്ച് മതിച്ച് മതോന്മത്തരായി ജീവിച്ചിരുന്ന ആളുകൾ, അധികാരങ്ങളും സ്ഥാനമാനങ്ങളും പണവും പത്രാസും സ്ത്രീയും ലൈംഗികതയും ഒക്കെ ആസ്വദിച്ച് അങ്ങനെ ജീവിച്ചിരുന്ന ആളുകൾ, ഇവിടെ ഞങ്ങൾക്ക് തന്നെയാണ് സ്വർഗം എന്ന് വിചാരിച്ച ആളുകൾ, നാളെ പരലോകത്ത് വിചാരണ നാളിൽ അങ്ങേയറ്റം ഭയപ്പെടുന്നത്, അവർ ചെയ്ത കർമ്മങ്ങൾ മൂലം അവർ ഭയപ്പെടുന്നൊരവസ്ഥ നീ കാണാൻ പോകുന്നു. തീർച്ചയായും ശിക്ഷ അവരുടെ ബാധിക്കുക തന്നെ ചെയ്യും എന്ന വലിയ താക്കീതാണ്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ അവർ
സ്വർഗീയമായ ആരാമങ്ങളിലായിരിക്കും. അവർ ഇച്ഛിക്കുന്നതെല്ലാം അള്ളാഹു അവർക്ക് നൽകും. ഇതാകുന്നു ഏറ്റവും മഹത്തായ പ്രതിഫലം. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക. അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസം, അതിൽ യാതൊരു ആശങ്കയോ അസ്വസ്ഥതയോ ഇല്ല. അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. ഇതൊക്കെ വിശ്വാസിയുടെ മനസ്സിൽ കൊത്തിവെക്കുന്ന ചില മുദ്രാവാക്യങ്ങളാണ്, ആശയങ്ങളാണ്. യാതൊരു സംശയവുമില്ല. അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുക. തുടർന്ന് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. രഹസ്യവും പരസ്യവുമായ കർമ്മങ്ങൾ, വ്യക്തിപരവും സംഘടിതവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാം റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി നിർവഹിക്കുന്ന മനുഷ്യർ, അവർക്ക് റൗളാത്തിൽ ജന്ന, ഉന്നതമായ സ്വർഗീയ ആരാമങ്ങളുണ്ട്. അവർ ഇച്ഛിക്കുന്നതെല്ലാം നസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ഷോലിം ഫാക്കിയൂൻ ഹും വ അസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാക്കിയത്തുൻ വലഹും മാ യദ്ദഊൻ. ധാരാളം ആയത്തുകൾ സ്വർഗീയ പ്രതിഫലങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു പറയുന്നു, ദാലിക്കല്ലദീ യുബശ്ശിറുല്ലാഹു ഇബാദുല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്. ഇപ്രകാരം വിശ്വസിച്ചവരും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവരുമായ ദൈവദാസന്മാർക്ക് അള്ളാഹു നൽകുന്ന ശുഭവാർത്തയാണത്. ദാലിക്കല്ലദീ യുബശ്ശിറുല്ലാഹു ഇബാദുല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്. എന്നിട്ട് പ്രവാചകനോട് പറയുന്നു, ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. പ്രവാചകരെ, താങ്കൾ ജനങ്ങളോട് പറയുക, ഈ ദൗത്യത്തിന് ഞാൻ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല. ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. എന്നാൽ വംശമൈത്രി മാത്രം നാം കാക്ഷിക്കുന്നു. വമൈ യഖ്തരിഫ് ഹസനതൻ നസിദ് ലഹു ഫിഹാ ഹുസ്ന. വല്ലവനും നന്മ ആർജിക്കുകയാണെങ്കിൽ നാം അവന് അതിൽ നല്ല വർധന ഉണ്ടാക്കി കൊടുക്കും. ഇന്നല്ലാഹ ഗഫൂറുൻ ഷക്കൂർ. അള്ളാഹു വളരെ മാപ്പരുളുന്നവനും മൂല്യം അംഗീകരിക്കുന്നവനുമാണ്. ഈ ആയത്തിൽ ഒന്നാമതായി പറയുന്നത്, പ്രവാചകരെ താങ്കൾ അവരോട് പറയുക, ഞാനൊരു പ്രതിഫലവും ആഗ്രഹിക്കുന്നില്ല, മറിച്ച് ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. ഖുർബ എന്നത് മൈത്രി മാത്രം മതി. ഇതിലെ ഖുർബ എന്ന പദത്തിൻ്റെ ആശയം സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള വീക്ഷണങ്ങളുണ്ട്. ഒന്നാമത്തേത്, അതിന് വംശബന്ധം എന്നാണ് അർത്ഥം നൽകുന്നത്. സൂക്തത്തിൻ്റെ ആശയം അവർ ഇങ്ങനെ വിശദീകരിക്കുന്നു, ഈ പ്രവർത്തനത്തിന് അഥവാ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. എന്നാൽ നന്നെ ചുരുങ്ങിയത് നിങ്ങൾ ഖുറൈശികൾ ഞാനും നിങ്ങളും തമ്മിലുള്ള വംശബന്ധമെങ്കിലും പരിഗണിക്കണമെന്ന് തീർച്ചയായും ആഗ്രഹിക്കുന്നു. എല്ലാവരെക്കാളും മുൻപേ നിങ്ങൾ എനിക്കെതിരെ തുള്ളരുത് എന്നാണ് അതിൻ്റെ ഒറ്റ വാക്കിൽ മനസ്സിലാക്കാവുന്ന കാര്യം. മറ്റൊരു കൂട്ടർ ഖുർബ എന്ന വാക്കിന് പുണ്യം, ദൈവസാമീപ്യം എന്ന അർത്ഥങ്ങളാണ് നൽകിയിട്ടുള്ളത്. അവർ ഇതിനെ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്, ഞാൻ ഈ ദൗത്യത്തിന് നിങ്ങളോട് യാതൊരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല. നിങ്ങളുടെ അന്തരംഗങ്ങളിൽ ദൈവസാമീപ്യത്തെ അല്ലെങ്കിൽ പുണ്യത്തെ സംബന്ധിച്ച വിചാരമുണ്ടാകണം എന്നത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അഥവാ നിങ്ങൾ നന്നാവുക എന്നതാണ് എനിക്കുള്ള പ്രതിഫലം. മൂന്നാമത്തെ കാര്യം, ഖുർബ എന്നതിന് കുടുംബം എന്ന അർത്ഥമാണ് കൊടുക്കുന്നത്. അവർ പറയുന്നത് ഇതാണ്, ഈ പ്രവർത്തനത്തിന് ഞാൻ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല, നിങ്ങൾ എൻ്റെ കുടുംബത്തെ സ്നേഹിക്കണം എന്നല്ലാതെ. പക്ഷേ ഈ വിഭാഗത്തിൽ ചില മഹാന്മാർ കുടുംബം എന്നതിന് അബ്ദുൽ മുത്തലിബ് വംശം എന്ന വിവക്ഷ നൽകി. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട വീക്ഷണങ്ങളാണുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു, എൻ്റെ കുടുംബത്തേക്കാൾ നബിയുടെ കുടുംബത്തോട് സ്നേഹബന്ധം, അതിനേക്കാൾ കൂടുതൽ നബിയുടെ കുടുംബത്തോട് സ്നേഹബന്ധം പുലർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നതൊക്കെ. ആരെല്ലാമാണ് നബി കുടുംബത്തിൽ വരിക എന്നതൊക്കെ തഫ്സീറുകൾ വലിയ ചർച്ചാ വിഷയമാണ്. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുൽ മാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇല്ലാ മൻ ഷാ യത്തഖിദ ഇലാ റബ്ബിഹി സബീല. മറ്റൊരു ഭാഗത്ത് കാണാം, പറയുക, ഞാൻ ഈ ദൗത്യത്തിന് നിങ്ങളോട് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല, ഇഷ്ടമുള്ളവർ തൻ്റെ റബ്ബിലേക്ക് ഒരു മാർഗം സ്വീകരിക്കുക എന്നത് മാത്രമാകുന്നു എൻ്റെ പ്രതിഫലം. വളരെ കൃത്യമാണ് ഈ ആയത്തിൻ്റെ വിശദാംശങ്ങൾ. തുടർന്ന് പറയുന്നത്, നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യന് നല്ല വർധന ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. ഒരാൾ നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാൽ നന്മ ചെയ്യാനുള്ള ഒത്തിരി അവസരങ്ങൾ അള്ളാഹു അവർക്ക് നൽകുമെന്നാണ്. ഇത്തഖിൽ മഹാരിമ തക്കുൻ അഅബദന്നാസ്. നിങ്ങൾ നിഷിദ്ധങ്ങളെ സൂക്ഷിക്കുക, എങ്കിൽ നീ ഏറ്റവും നല്ല അടിമയായി മാറും. സയ്യിദ് അബുൽ അല മൗദൂദി ഈ ആയത്തിന് നൽകിയ വിശദീകരണം, മനഃപൂർവ്വം ധിക്കാരം പ്രവർത്തിക്കുന്നവർക്ക് വിപരീതമായി നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ദാസന്മാരോടുള്ള അള്ളാഹുവിൻ്റെ സമീപനം 3 ആയിരിക്കും. ഒന്ന്, അവർ എത്രത്തോളം നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നുവോ അതിലേറെ നന്മ അള്ളാഹു അവർക്ക് ഉണ്ടാക്കി കൊടുക്കും.
രണ്ട്, അവരിൽ നിന്നുണ്ടാകുന്ന വീഴ്ചകൾ അല്ലെങ്കിൽ നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നതോടൊപ്പം തന്നെ അവരിൽ നിന്ന് വല്ല കുറ്റങ്ങളും സംഭവിച്ചു പോയാൽ അള്ളാഹു അത് പുറത്തു കൊടുക്കും. 3, അവരുടെ ചെറിയ നന്മകളാവുന്ന മൂലധനം പോലും അള്ളാഹു പരിഗണിക്കുകയും മൂല്യം കൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് വലുതായ പ്രതിഫലം അരുളുന്നു. അതുകൊണ്ടാണ് ഇന്നല്ലാഹ ഗഫൂറുൻ ഷക്കൂർ, അള്ളാഹു വളരെ മാപ്പരുളുന്നവനാണ്. ദീനിമാർഗത്തിൽ പ്രവർത്തിക്കുന്നവരുടെ കൊച്ചു കൊച്ചു വീഴ്ചകൾ, തെറ്റുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. ഷക്കൂർ, അവൻ മൂല്യം അംഗീകരിക്കുന്നു, നന്ദിയുള്ളവനാണ്. നമ്മുടെ നന്മകൾക്ക് ഇരട്ടി പ്രതിഫലം അള്ളാഹു നൽകും. ഈ വിശ്വാസത്തോടു കൂടിയിട്ടായിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ. വിശുദ്ധ ഖുർആൻ ഏറ്റവും നന്നായി പഠിച്ച് നല്ലവരായി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.